ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 198 ആണ് പഠിക്കുന്നത്. ഈ 198ാമത് പാഠത്തിലൂടെ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം ആണ് ആരംഭിക്കുന്നത്. ഈ 7ാം അധ്യായത്തില് ബ്രഹ്മാവ് ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ഭഗവത് സ്തുതിയാണ്. ഭഗവാൻ സ്വീകരിച്ചതായ ലീലാവതാരങ്ങളെയും അതാതിൻ്റെ ആവശ്യങ്ങളെയും കർമ്മങ്ങളെയും ബ്രഹ്മാവ് നാരദമുനിയോട് സംഗ്രഹമായിട്ട് ഉപദേശിക്കുന്ന ബ്രഹ്മനാരദ സംവാദ രൂപത്തിലുള്ളതാണ് ഈ വിശേഷപ്പെട്ട അധ്യായം. ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഈ പാഠഭാഗത്തിലൂടെ 7ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം. അധ സപ്തമോധ്യായ ബ്രഹ്മോവാച യത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബിഭ്രൽ ക്രൗഡീം തനും സകലയജ്ഞമയീമനന്ദ അന്തർമഹാർണവ ഉപാഗതമാദിദൈത്യം തം ദംഷ്ട്രയാദ്രിമിവ വജ്രധരോ ദദാര. ജാതോരുചേഃ അജനയൽ സുയയാമാൻ സുയജ്ഞ. ജാതോരുചേരജനയൽ സുയമൻ സുയജ്ഞ. ആഗൂതിസൂനുരമരാനധ ദക്ഷിണായാം ലോകത്രയസ്യ മഹതിം അഹരത്യദാർത്തിം സ്വയംഭുവേന മനുനാ ഹരിരിത്യനൂക്ത. ജജ്ഞേ ച കർദമഗൃഹേ ദ്വിജദേവഹുത്യാം സ്ത്രീഭിഃ സമം നവഭിരാത്മഗതിം സ്വമാത്രേ. ഊചേയാത്മശമലം ഗുണസംഗപംഗമസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേതേ. അത്രേരപത്യമഭികംക്ഷത ആഹ തുഷ്ടോ ദത്തോ മയാഹമിതി യദ്ഭഗവൻ സദത്ത. യൽപാദപങ്കജപരാഗപവിത്രദേഹ
യോർധിമാ പുരുഭൈം യദുഹൈഹയാദ്യാഃ തപ്തം തപോ വിവിധലോകശുശ്രൂഷയാമേ ആദൗ സനാൽ സ്വതപസസ്സ ചതുസ്സനോ ഭൂൽ പ്രാകൽപസംപ്ലവ വിനഷ്ടം ഇഹാത്മതത്വം സമ്യക് ജഗാദമുനയോ യദചക്ഷതാത്മൻ ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്യാം നാരായണോ നര ഇതി സ്വതപപ്രഭാവ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം ദിവ്യ ത്വനംഗപൃതന ഘടിതും നശേകു കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യാ രോഷം ദഹന്തമുതതേന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേദി കാമകഥം नु പുനരസ്യ മനശ്രയേത വിദ്ധസപത്ന്യുദിത പത്രിരി വിദ്ധസപത്ന്യുദിത പത്രിഭിരന്തിരാജ്ഞോ ബാലോപി സന്നുപഗത തപസേവനാനി തസ്മാദാധ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തു വന്തി മുനയോ യതുപര്യധസ്തൽ യദ്വേനമുൽപഥഗതം ദ്വിജവാക്യവജ്രവിഷ്പ്ലുഷ്ട പൗരുഷഭഗം നിരയേ പതന്തം ത്രാത്വാർത്ഥിതോ ജഗതി പുത്രപദം ചലേഭേ ദുഗ്ധാവസൂനി വസുധാ സകലാനിയേന നാഭേരസാവൃഷഭ ആസ സുദേവി സൂനുർയോ വൈചചാര സമദൃഗ്ജഡയോഗചര്യാം യൽപാരമഹംസ്യം ഋഷയപദമാമനന്തി സ്വസ്ഥപ്രശാന്തകരണ പരിമുക്തസംഗഃ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാം അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ശ്ലോകം 1. ബ്രഹ്മോവാച യത്രോദ്യതക്ഷിതിതലോദ്ധരണായ ബിഭ്രൽ ക്രൗഡീന്ദനും സകലയജ്ഞമയീമനന്ത അന്തർമഹർണവൗപാഗതമാദിദൈത്യം തം ദംഷ്ട്രയാദ്രിമിവ വജ്രധരോ ദദാര. യത്ര എപ്പോൾ അനന്ത അവസാനമില്ലാത്തവൻ ക്ഷിതിതലോദ്ധരണായ ഭൂതലത്തെ ഉയർത്തുവാനായിക്കൊണ്ട് സകലയജ്ഞമയീം സകല യാഗസ്വരൂപമായും ക്രൗഡീം വരാഹ സംബന്ധിയുമായിരിക്കുന്ന തനും ശരീരത്തെ ബിഭ്രത് ധരിച്ചവനായിട്ട് ബിഭ്രത് ഭരിച്ചവനായിട്ട് ഉദ്യത ഉത്സാഹിച്ചുവോ തഥാ അപ്പോൾ അന്തർമഹാർണവ സമുദ്രത്തിന്റെ അന്തർഭാഗത്തിൽ ഉപാഗതം പ്രാപിച്ച ആദിദൈത്യം ആദിദൈത്യനായ തം അവനെ ഹിരണ്യാക്ഷനെ ദംഷ്ട്രകൊണ്ട് വജ്രധര ഇന്ദ്രൻ അദ്രിം ഇവ പർവ്വതത്തെ എന്ന പോലെ ദദാര പിളർന്നു. ഈ അധ്യായത്തിൽ ഭഗവാൻ സ്വീകരിച്ചതായ ലീലാവതാരങ്ങളെയും ആവശ്യങ്ങളെയും കർമ്മങ്ങളെയും ബ്രഹ്മാവ് നാരദമുനിയോട് സംഗ്രഹിച്ച് ഉപദേശിക്കുകയാണ്. ഇതിലിപ്പോഴ്
വരാഹ അവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി സകല യോഗ സ്വരൂപനായ സകല യാഗസ്വരൂപനായ വരാഹ ശരീരത്തെ ധരിച്ച നാശരഹിതനായ ഭഗവാൻ ശ്രീനാരായണൻ മഹത്തായ സമുദ്രത്തിനുള്ളിൽ പ്രവേശിച്ചവനും ആദി ദൈത്യനുമായ ഹിരണ്യാക്ഷനെ തേറ്റപ്പല്ലുകൊണ്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ എന്ന പോലെ പിളർന്നു. ശ്ലോകം 2. ജാതോരുചേരജനയൽ സുയമൻ സുയജ്ഞ ആകൂതിസൂനുരമരാനധ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീം അഹരദ്യദാർത്തിം സ്വയംഭുവേന മനുന ഹരിരിത്യനൂക്ത. രുചേഹ രുചിയിൽ നിന്ന് സുയജ്ഞ സുയജ്ഞൻ എന്നു പേരുള്ളവനും ആകൂതി സൂനു ആകൂതിയുടെ പുത്രനുമായിട്ട് ദക്ഷിണായാം ദക്ഷിണയിൽ സുയമന്മാരെ അജനയൽ ജനിപ്പിച്ചു. ലോകത്രയസ്യ ലോകത്രയത്തിന്റെ മഹതീം മഹതിയായ ആർത്തിം ദുഃഖത്തെ അഹരൽ ഹരിച്ചു യൽ യാതൊരു കാരണത്താൽ സ്വയംഭുവേന സ്വയംഭുവൻ എന്ന മനുവിനാൽ ഹരി ഇതി ഹരി എന്ന് അനൂക്ത സ്തുതിക്കപ്പെട്ടു. ശ്രീ ഭഗവാൻ രുചി എന്ന് പേരായ പ്രജാപതിക്ക് ആകൂതി എന്ന സ്ത്രീയിൽ സുയജ്ഞൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. പിന്നെ ദക്ഷിണ എന്ന സ്ത്രീയിൽ സുയമന്മാർ എന്ന ദേവന്മാരെ ജനിപ്പിച്ചു. ഈ വിധം സുയജ്ഞൻ 3 ലോകത്തിലും അക്കാലത്തിലുണ്ടായിരുന്ന വലുതായ ദുഃഖത്തെ തീർത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭൂമനു ശ്രീഹരി എന്ന് ചൊല്ലി സ്തോത്രം ചെയ്തു. ഭഗവാന്റെ സുയജ്ഞൻ എന്ന അവതാരം, സുയജ്ഞാവതാരം, അതാണ് ഇവിടെ വിവരിക്കുന്നത്. അടുത്ത ശ്ലോകം. ജജ്ഞേ ച കർദമഗൃഹേ ദ്വിജദേവഹുത്യം സ്ത്രീഭിഃ സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊചേ യയാത്മശമലം ഗുണസംഗപംഗമസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേദേ. ദ്വിജ, ഹേ ബ്രാഹ്മണ, കർദമഗൃഹേ കർദമഗൃഹത്തിൽ ദേവഹൂത്യാം ദേവഹൂതിയിൽ നവഭി സ്ത്രീഭി സമം 9 സ്ത്രീകളോടുകൂടെ ജജ്ഞേച ജനിക്കുകയും ചെയ്തു. സ്വമാത്രേ സ്വമാതാവിനായിക്കൊണ്ട് ആത്മഗതിം ബ്രഹ്മവിദ്യയെ ഊച്ചേ പറഞ്ഞു. യാതൊന്നിനാൽ ആത്മശമലം മനസ്സിന് മലത്തെ ഉണ്ടാക്കി തീർക്കുന്ന ഗുണസംഗരൂപമായ ചളിയെ അസ്മിൻ ഈ ജന്മത്തിൽ വിധൂയ കളഞ്ഞിട്ട് കപിലന്റെ ഗതിയെ പ്രഭേദേ പ്രാപിച്ചു. ഹേ നാരദ, ആ ഭഗവാൻ ശ്രീനാരായണൻ കർദമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതി ദേവിയിൽ കപിലൻ എന്ന പേരോടുകൂടെ 9 സഹോദരികളുടെ സഹോദരനായിട്ട് ജനിച്ചു. അമ്മയായ ദേവഹൂതിക്ക് ബ്രഹ്മസ്വരൂപത്തെ ഉപദേശിച്ചു. ദേവഹൂതി ആ ബ്രഹ്മവിദ്യയാൽ ആ ജന്മത്തിൽ തന്നെ മനസ്സിനു മാലിന്യത്തെ ഉണ്ടാക്കി തീർക്കുന്ന വിഷയങ്ങളോടുള്ള സംഗമാകുന്ന ദോഷത്തെ നീക്കി കപില ഭഗവാന്റെ ഗതിയെ മോക്ഷത്തെ അടഞ്ഞു.
ഇവിടെ കപിലാവതാരം ആണ് പറയുന്നത്. ശ്ലോകം 4. അത്രേരപത്യമഭികാംക്ഷതാഹ തുഷ്ടോ ദത്തോ മയാഹമിതിയൽ ഭഗവൻ സദത്ത യത്പാദപങ്കജപരാഗ പവിത്രദേഹ യോഗർദ്ധിമാ പുരുഭൈം യദുഹൈഹയാദ്യാഹ. അപത്യം സന്താനത്തെ, അഭികാംക്ഷത ആഗ്രഹിച്ചവനായ, അത്രേഹ അത്രിയെ കുറിച്ച്, തുഷ്ട സന്തോഷമുള്ളവനായിട്ട്, മയാ എന്നാൽ, അഹം ഞാൻ, ദത്ത ദാനം ചെയ്യപ്പെട്ടവനായി എന്ന് ആഹ പറഞ്ഞു. ഇതി യൽ എന്നതിനാൽ സ ഭഗവാൻ ആ ഭഗവാൻ ദത്ത ദത്തൻ എന്ന പേരോടുകൂടി ജനിച്ചു. യൽപാദ പങ്കജപരാഗ പവിത്രദേഹ യാതൊരുവന്റെ പാദമാകുന്ന താമരയിൽ നിന്നുണ്ടായ പൊടിയാൽ പരിശുദ്ധമായ ശരീരത്തോടുകൂടിയ യദുഹൈഹയാദ്യാഹ യദുഹൈഹയൻ മുതലായവർ ഉഭയീം രണ്ടു വിധത്തിലിരിക്കുന്ന യോഗർദ്ധിം യോഗസമൃദ്ധിയെ ആപു പ്രാപിച്ചു. പുത്രനെ പ്രാർത്ഥിച്ച അത്രിയുടെ നേരെ സന്തുഷ്ടനായ ഭഗവാൻ, ഹേ മുനെ, ഞാൻ എന്നെ അങ്ങയ്ക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാൽ ദത്തൻ എന്ന പേരോടുകൂടെ ആ മുനിയുടെ പുത്രനായിട്ട് അവതരിച്ചു. ആ ദത്തന്റെ പാദാരവിന്ദ ധൂളിയാൽ പരിശുദ്ധമായ ശരീരത്തോടുകൂടിയ യയാതിപുത്രനായ യദു, ഹൈഹയദേശ രാജാവായ കാർത്തവീര്യ അർജുനൻ എന്നിവർ ഐഹികവും ആമുഷ്മികവുമായ യോഗാഭിവൃദ്ധിയെ പ്രാപിച്ചു. ഭുക്തിയെയും മുക്തിയെയും അടഞ്ഞുവെന്ന് സാരം. ദത്താത്രേയ അവതാരത്തെ കുറിച്ചാണ് ഈ 4ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്ലോകം 5. തപ്തന്തപോ വിവിധ ലോക ശുശ്രൂഷയാമേ ആദൗ സനൽ സ്വതപസസ്സ ചതുസ്സനോ ഭൂൽ പ്രാകൽപ സംപ്ലവ വിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാത മുനയോ യദജക്ഷതാത്മൻ. മേ എന്നാൽ, ആദൗ ആദിയിൽ, വിവിധ ലോക ശുശ്രൂഷയാ ബഹുവിധ ലോകങ്ങളെ സൃഷ്ടിപ്പാനുള്ള ആഗ്രഹത്താൽ തപതം തപസ്സാചരിക്കപ്പെട്ടു. സ്വതപസ തന്റെ തപസ്സിന്റെ സനാൽ സമർപ്പണം ഹേതുവായിട്ട് ആ ഭഗവാൻ ചതുസ്സന 4 സനനായിട്ട് അഭൂൽ ഭവിച്ചു. അവൻ പ്രാകൽപ സംപ്ലവ വിനഷ്ടം കഴിഞ്ഞ കൽപ്പത്തിൽ നശിച്ചുപോയതായ ആത്മതത്വത്തെ സമ്യക് ശരിയായിട്ട് ജഗാത പറഞ്ഞു. യാതൊന്നിനാൽ മുനികൾ ആത്മാവിൽ അജക്ഷതാദർശിച്ചു. ഞാൻ എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്താൽ ആദിയിൽ തപസ്സാചരിച്ചു. അഖണ്ഡിതമായ എന്റെ ആ തപസ്സിനെ ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചതുകൊണ്ട് ആ ശ്രീനാരായണൻ സനൻ എന്ന ശബ്ദമുള്ള 4 നാമധേയങ്ങളോടുകൂടി 4 മൂർത്തികളായി അവതാരം ചെയ്തു. സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ, സുജാതൻ എന്ന 4 മഹർഷിമാർക്ക് കുമാരന്മാർ എന്നു പേര് പറയുന്നു. ആ കുമാരസ്വരൂപനായ ഭഗവാൻ കഴിഞ്ഞ കൽപ്പത്തിൽ പ്രളയത്തിൽ മറഞ്ഞുപോയ ആത്മതത്വത്തെ ഈ കൽപ്പത്തിൽ ശരിയായിട്ട് ഉപദേശം ചെയ്തു. ആ ഭഗവാന്റെ ഉപദേശമാത്രത്തിൽ മുനികൾ ആ ആത്മതത്വത്തെ മനസ്സിൽ സാക്ഷാത്തായിട്ട് കണ്ടു. സനൽകുമാരാദികളുടെ അവതാരത്തെയാണ് ഈ ശ്ലോകത്തില് പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം 6. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ഠ മൂർത്തിയാം നാരായണോ നര ഇതി സ്വതപ പ്രഭാവ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം
ദേവ്യസ്ത്വനംഗപൃതനാഘടിതും നശേഖോ. ദക്ഷ ദുഹിതരി ദക്ഷപുത്രിയായ ധർമ്മസ്യ മൂർത്തിയാം ധർമ്മഭാര്യയായ മൂർത്തിയിൽ സ്വതപപ്രഭാവ തന്റെ തപസ്സിന്റെ പ്രഭാവത്തോടുകൂടിയ നാരായണനെന്നും നര ഇതി നരനെന്നും പേരോടുകൂടെ അജനിഷ്ഠ ജനിച്ചു. അനംഗപൃതനാഹ മന്മഥ സേനകളായ ദേവിമാർ ഭഗവാനിൽ നിന്ന് ആത്മന ആത്മതുല്യകളെ ദൃഷ്ട്വാ കണ്ടിട്ട് നിയമാവലോപം വ്രതഭംഗത്തെ ഘടിതും സാധിപ്പാനായിക്കൊണ്ട് നശേകു ശക്തകളായില്ല. നരനാരായണ അവതാരമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ദക്ഷപ്രജാപതിയുടെ പുത്രിയും ധർമ്മന്റെ പത്നിയുമായ മൂർത്തി ദേവിയിൽ ഭഗവാൻ നരനെന്നും നാരായണനെന്നും പേരോടുകൂടെ രണ്ടു രൂപമായി ജനിച്ചു. തപസ്സിന്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുകയായിരുന്നു ആ അവതാരത്തിന്റെ പ്രയോജനം. ഭഗവാന്റെ തപസ്സിന് വിഘ്നത്തെ ജനിപ്പിക്കുവാനായി മന്മഥന്റെ ജയസാധനങ്ങളായ രംഭ മുതലായ അപ്സര സ്ത്രീകൾ ശ്രമിച്ചപ്പോൾ അവർക്ക് തുല്യകളായ അനേകം സ്ത്രീകളെ സ്വശരീരത്തിൽ നിന്ന് ജനിപ്പിച്ച് അവർക്ക് സമ്മാനിച്ചു. ആ ഭഗവാന്റെ തപോ വിഘ്നം വരുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. നരനാരായണ മൂർത്തി ബദരിക്ക് സമീപത്ത് തന്നെ അവിടെ വസിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം. ഇവിടെ നരനാരായണ അവതാരത്തെ കുറിച്ചാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. ശ്ലോകം 7. കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യാ രോഷം ദഹന്തമുതേന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേദി കാമകഥം नु പുനരസ്യ മനശ്രയേത. കൃതിന മഹാന്മാർ രോഷദൃഷ്ട്യാഹ രോഷത്തോടുകൂടിയ നോട്ടത്താൽ കാമം കാമത്തെ ദഹന്തി ദഹിപ്പിക്കുന്നു, അസഹ്യം സഹിപ്പാൻ കഴിയാത്തതും ദഹന്തം ഉദ ദഹിപ്പിക്കുന്നതുമായിരിക്കുന്ന രോഷം രോഷത്തെ തേ അവർ ന ദഹന്തി ദഹിപ്പിക്കുന്നില്ല. സ അയം ആ ഇത് അമലം നിർമ്മലമായ യദന്ത യാതൊരു തന്റെ അന്തർഭാഗത്തിൽ പ്രവിശൻ പ്രവേശിക്കുന്നതായിട്ട് വിഭേദി ഭയപ്പെടുന്നു. അസ്യ ഇവന്റെ മനഃ മനസ്സിനെ കാമഹ കാമം കഥം എങ്ങനെ ശ്രയേത ആശ്രയിക്കും. കാമത്തെ ജയിക്കുന്ന ക്രോധം കൂടെ യാതൊരുവനെ പ്രവേശിക്കുന്നില്ലയോ, അവിടെ കാമം പ്രവേശിക്കയില്ലെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് ഉറപ്പിക്കുന്നു. ഹേ നാരദ, മഹാന്മാരായ ശ്രീരുദ്രൻ മുതലായവർ കോപത്തോടുകൂടിയ നോട്ടത്താൽ കാമവികാരത്തെ ജനിപ്പിക്കുന്ന മന്മഥനെ ദഹിപ്പിക്കുന്നു. എങ്കിലും അവരുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നതും സഹിക്കുവാൻ കഴിയാത്തതുമായ ക്രോധത്തെ ദഹിപ്പിക്കുന്നവരല്ല. സമർത്ഥന്മാരായ രുദ്രാദികളാൽ കൂടെ ജയിക്കുവാൻ കഴിയാത്തതായ ആ കോപം ഈ നരനാരായണ ഭഗവാന്റെ നിർമ്മലമായ മനസ്സിനെ പ്രവേശിപ്പാൻ ഭയപ്പെടുന്നു. അങ്ങനെയിരിക്കെ കോപത്തേക്കാൾ താണനിലയിലിരിക്കുന്ന കാമമെന്ന വൃത്തി ഈ ഭഗവാന്റെ മനസ്സിൽ എങ്ങനെ കടക്കും? അതിനാൽ അപ്സര സ്ത്രീകൾക്ക് ജയിക്കുവാൻ കഴിയാത്തതിൽ ആശ്ചര്യമില്ലെന്ന് സാരം. അതായത് 6ാമത്തെ ശ്ലോകത്തിലെ നരനാരായണ മൂർത്തിയുടെ പ്രഭാവത്തെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ 7ാം ശ്ലോകത്തിലൂടെ. ശ്ലോകം 8. വിദ്ധസപത്ന്യുദിത പത്രിഭിരന്തിരജ്ഞോ ബാലോപി സന്നുപഗതസ്തപസേവനാനി അസ്മാ തസ്മാ അദാധ്രുവഗതിം ഗൃണതേ പ്രസന്നോ ദിവ്യാസ്തുവന്തി മുനയോ യദുപര്യധസ്താൽ. സപത്ന്യുദിത പത്രിഭി
സപത്ന്യുദിത പത്രിഭി, സപത്നിയുടെ വാക്കുകളാകുന്ന ബാണങ്ങളാൽ രാജ്ഞ അന്തി, രാജാവിന്റെ സമീപത്തിൽ വെച്ച് വിദ്ധ, മുറിവേൽപ്പിക്കപ്പെട്ടവനായിട്ട്, ബാലഹ അപി, ബാലനാണെങ്കിലും തപസേ, തപസ്സിനായിക്കൊണ്ട്, വനാനി, വനങ്ങളെ, ഉപഗത, പ്രവേശിച്ചിട്ട്, ഗൃണതേ, സ്തുതിക്കുന്ന, തസ്മൈ, അവനായിക്കൊണ്ട്, പ്രസന്ന, പ്രസാദിച്ചവനായിട്ട്, ധ്രുവഗതിം, ധ്രുവമാർഗപ്രാപ്തിയെ അതാൽ ദാനം ചെയ്തു. യദുപര്യധസ്ഥാൽ, യാതൊരുത്തന്റെ മേൽഭാഗത്തും കീഴ്ഭാഗത്തുമുള്ള ദിവ്യാഹ, ദിവ്യന്മാരായ മുനയഃ, മുനികൾ സ്തുവന്തി, സ്തുതിക്കുന്നു. ധ്രുവന് അനുഗ്രഹം നൽകുവാനായി സ്വീകരിച്ച ആ സ്വരൂപത്തെ ഒരവതാരമായിട്ട് വർണ്ണിക്കുന്നു. ഉത്താനപാദ രാജാവിന്റെ ഭാര്യയും തന്റെ അമ്മയുമായ സുനീതിയുടെ സപത്നിയുമായ സുരുചിയുടെ വാക്കുകളാകുന്ന ബാണങ്ങളാൽ മുറിവേൽക്കപ്പെട്ട ധ്രുവൻ ബാലനാണെങ്കിലും തപസ്സു ചെയ്യുവാനായിക്കൊണ്ട് വനത്തിലേക്ക് പോയി. സ്തോത്രം ചെയ്ത ആ ധ്രുവന്റെ നേരെ പ്രസന്നനായ ഭഗവാൻ അവന് സ്ഥിരമായ സ്ഥാനത്തെ, ധ്രുവപദത്തെ ദാനം ചെയ്തു. ആ സ്ഥാനത്തിന്റെ മേൽഭാഗത്തിരിക്കുന്ന ഭൃഗു മുതലായവരും താഴത്തിരിക്കുന്ന സപ്തഋഷികളും അവനെ സ്തുതിക്കുന്നു. ആ ധ്രുവന്റെ മുൻപിൽ ശ്രീഹരി പ്രത്യക്ഷപ്പെടുന്നു. മധുവനത്തിൽ വെച്ച് ആ രംഗത്തെ ഓർക്കുകയാണ്. ധ്രുവനെ അനുഗ്രഹിക്കാൻ പ്രത്യക്ഷപ്പെട്ട ആ ശ്രീഹരിയെയാണ് ഇവിടെ വർണ്ണിച്ചു തരുന്നത്. ശ്ലോകം 9. യദ്വേനമുൽപഥഗതം ദ്വിജവാക്യ വജ്ര വിപ്ലുഷ്ട പൗരുഷഭഗം നിരയേ പതന്തം ത്രാത്വാർത്ഥിതോ ജഗതി പുത്രപദം ചലേഭേ ദുഗ്ധാവസൂനി വസുധാ സകലാനി യേനാ. ഉൽപഥഗതം, മാർഗം തെറ്റി നടക്കുന്നവനും, ദ്വിജവാക്യ വജ്ര വിപ്ലുഷ്ട പൗരുഷഭഗം, ബ്രാഹ്മണരുടെ വാക്യമാകുന്ന വജ്രത്താൽ നശിപ്പിക്കപ്പെട്ട പൗരുഷത്തോടും ഭാഗ്യത്തോടും കൂടിയവനും, നിരയെ, നരകത്തിൽ, പതന്തം, വീഴുവാൻ പോകുന്നവനുമായ, വേനം, വേനനെ, ത്രാത്വ, രക്ഷിച്ചിട്ട്, അർത്ഥിത, പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, പുത്രപദം ജ, പുത്രൻ എന്ന സ്ഥാനത്തെയും ലേഭേ, ലഭിച്ചു. യേന, യാതൊരുത്തനാൽ, ജഗതി, ലോകത്തിനു വേണ്ടി, വസൂനി, ധനങ്ങൾ, വസുധ, ഭൂമി, ദുഗ്ധ, ദോഹനം ചെയ്യപ്പെട്ടു. പൃഥ്വ അവതാരത്തെ പറയുകയാണ്. വേനൻ എന്ന രാജാവ് സദാചാരത്തെ വെടിഞ്ഞ് ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണർ അവരുടെ ശാപവാക്യമാകുന്ന വജ്രായുധത്തെ ഉപയോഗിച്ചു. അതിനാൽ അദ്ദേഹത്തിന്റെ പരാക്രമവും ഭാഗ്യവും നശിച്ചു. വേനരാജാവ് മരിച്ചു. ഇനി ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ആ ഭഗവാൻ തന്നെ അവതരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയ മുനികൾ ആ വേനന്റെ ശരീരത്തെ മഥനം ചെയ്തപ്പോൾ ആ മൃതശരീരത്തിൽ നിന്ന് ഭഗവാൻ പുറപ്പെട്ടു. അരക്ക് കീഴ്പോട്ടുള്ള ഭാഗം മഥനം ചെയ്തപ്പോൾ നിഷാദന്മാരുണ്ടായി എന്നും, കൈകൾ രണ്ടും കടഞ്ഞപ്പോൾ ആ പുണ്യം മുഴുവൻ പൃഥു മഹാരാജാവും അർച്ചിസ് മഹാരാജ്ഞിയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടുവെന്നും ഭാഗവതത്തില് ഇതാ വളരെ വ്യക്തമായിട്ട് വലിയൊരു കഥാഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത് ഈ ബ്രഹ്മസ്തുതിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. നരകത്തിൽ വീഴുവാൻ പോകുന്ന പിതാവായ വേനരാജാവിന് സദ്ഗതിയെ നൽകി പുത്രൻ എന്നുള്ള ശബ്ദത്തിന് ഉദാഹരണമായിട്ട് ഭവിച്ചു. പൃഥുവെന്ന ആ ഭഗവാൻ ലോകത്തിന്റെ ക്ഷേമത്തിനായിട്ട് ഭൂമിയിൽ മറഞ്ഞു കിടന്നിരുന്ന ധന ധാന്യാദി ദ്രവ്യങ്ങളെ കറന്നെടുക്കുകയും ചെയ്തു. പൃഥു അവതാരം ആണ് ഈ അധ്യായത്തിലൂടെ വിവരിച്ചു തരുന്നത്. അടുത്ത ശ്ലോകം 10. നാഭേരസാ വൃഷഭാസ സുദേവി സൂനുര്യോ വൈ ചചാര സമദൃക് ജഡയോഗചര്യാം
യൽപാരമഹംസ്യമൃഷയ പദമാമനന്തി സ്വസ്ഥ പ്രശാന്തകരണ പരിമുക്ത സംഗഃ. അസൗ ഇവൻ നാഭിയിൽ നിന്ന് സുദേവി സൂനു സുദേവി പുത്രനായി ഋഷഭൻ എന്ന പേരുള്ളവനായിട്ട് ആസ ഭവിച്ചു. യാതൊരുത്തൻ സമദൃക് സമഭാവനയോടുകൂടിയവനായി സ്വസ്ഥ ആത്മാവിൽ തന്നെ ഇരിക്കുന്നവനും പ്രശാന്തകരണ ഇന്ദ്രിയങ്ങളുടെ വികാരങ്ങൾ അടങ്ങിയവനും പരിമുക്ത സംഘ ഒന്നിലും ചേർച്ചയില്ലാത്തവനുമായിട്ട് ജഡയോഗചര്യ ജഡനെ പോലെ യോഗനിലയെ ചചാര അനുഷ്ഠിച്ചു. ഋഷികൾ യാതൊന്നിനെ പാരമഹംസ്യം പരമഹംസന്മാരെ സംബന്ധിച്ചതായ പദം സ്ഥാനമെന്ന് ആമനന്തി പറയുന്നു. ഋഷഭാവതാരം ആണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ഋഷഭൻ ശ്രേഷ്ഠൻ എന്ന പേരിൽ അവതരിച്ച കാര്യമാണ് ഇവിടെ വിവരിക്കുന്നത്. ഋഷഭാവതാരത്തെ പറ്റി പറയുന്നു. ഈ ഭഗവാൻ നാഭി എന്നു പേരായ രാജാവിന്റെ പത്നിയായ സുദേവിയിൽ, മേരുദേവി എന്നും പറയും ഈ സുദേവിയെ, ഋഷഭൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണുന്നവനും ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കുന്നവനും ഒന്നോടും ബന്ധമില്ലാതിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായിട്ട് ജഡനെ പോലെ യോഗനിലയിൽ തന്നെ ഇരുന്നു. ആ യോഗനിലയെ ഋഷികൾ പരമഹംസന്മാരെ സംബന്ധിച്ചുള്ള മുക്തിസ്ഥാനമാണ് എന്ന് അറിയുന്നു. ഇതോടുകൂടി 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ, 7-ാം അധ്യായത്തിലെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രദ്ധയോടുകൂടി പഠിക്കുക.